ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ ഒരുപാട് കൊട്ടിഘോഷിക്കാനൊന്നുമല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റെടുക്കാൻ ഇൻവെസ്റ്റേഴ്സ് തയ്യാറാണ്. പക്ഷേ മാഗ്നം കൺസോർഷ്യത്തിന്റെ തലവനായിട്ടുള്ള നിന്മകഥ പ്രസാദിന്റെ 500 കോടി രൂപയുടെ കേസ് കോടതിയിൽ നിലനിൽക്കുന്നതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ കോടതി മരവിപ്പിച്ചേക്കാം എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. ബ്ലാസ്റ്റേഴ്സ് വാങ്ങാൻ ബയേഴ്സ് എപ്പോഴും റെഡി തന്നെയാണ്. നമ്മൾ അന്നും ഇന്നും പറയുന്നതാണല്ലോ, യുവമാരുടെ കയ്യിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് പോയി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഏറ്റെടുക്കാൻ ആളില്ലെന്നൊക്കെ പറയുന്നത് വെറും കെട്ടിച്ചമച്ച കഥകളാണ്. കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡ് ആവാൻ കപ്പാസിറ്റിയുള്ള, ഇത്രയധികം പൊട്ടൻഷ്യലുള്ള ഫാൻ കപ്പാസിറ്റി പുറത്തുള്ള ഒരു ബ്രാൻഡ് വാങ്ങാൻ ആളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവരമില്ലാത്തവന്മാരെ വിശ്വസിക്കാതിരിക്കത്തുള്ളൂ. സോ ബ്ലാസ്റ്റേഴ്സ് വാങ്ങാൻ ആളുകൾ ക്യൂ ആണ്. ഇവന്മാരുടെ 500 കോടി രൂപയുടെ പ്രസ്താവ്യ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് ജുഡീഷ്യൽ ഇടപെടലുകൾ മൂലം ട്രാൻസ്ഫർ നടപടികൾക്ക് കാലതാമസം നേരിടും എന്നുള്ളതാണ് പ്രശ്നം. ഈ നിന്മകഥ പ്രസാദും അവന്മാരുടെ കുടുംബക്കാരും എല്ലാം കൂടെ ആന്ധ്രാപ്രദേശിൽ ഒരു മാങ്ങാത്തോട്ടം വാങ്ങിച്ചത് തൊട്ടുള്ള അഴിമതി കഥകൾ ഇഷ്ടംപോലുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഈ 500 കോടി രൂപ ഫ്രീസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ ട്രാൻസ്ഫർ നടപടികൾ നടക്കാത്തത്. അല്ലാതെ ബ്ലാസ്റ്റേഴ്സ് വാങ്ങാൻ ആളില്ല എന്ന് പറയുന്നത് വെറും കെട്ടിച്ചമച്ച സാധനം തന്നെയാണ്. എൻ്റെ പൊന്നെ, അന്ന് സച്ചിനൊക്കെ ഈ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വാങ്ങിയ ഡിസിൽവയുടെ ടീമും ഈ ഈ അഴിമതി ചെറ്റകളുടെ തലയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് കൊടുത്തല്ലോ എന്നുള്ളതാണ്. വേറെ ആരും അന്ന് വാങ്ങാൻ റെഡിയല്ലല്ലോ. ഇവന്മാർ ഉണ്ടാക്കാവുന്നതിൻ്റെ പരമാവധി ഉണ്ടാക്കി പിന്നെ ഉള്ള മണ്ടത്തരങ്ങളും കാണിച്ച് ഉള്ള കേസും മൊത്തം പെടലക്കി വെച്ചു. ഇവന്മാരൊക്കെ എന്നാലും പിന്നെ ക്ലബ്ബ് വെച്ച് ഇവന്മാർ കുറെ കച്ചവടം നടത്തിയ കഥയൊക്കെ വേറെ ഉണ്ട് പറയാൻ. ഏതായാലും ഈ 500 കോടി രൂപയുടെ പ്രശ്നം ബ്ലാസ്റ്റേഴ്സിന്റെ തലയിൽ നിൽക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ തലയിൽ ഈ ഓണേഴ്സിന്റെ തലയിൽ. അത് കാരണമാണ് നടപടിക്രമങ്ങൾ വൈകുന്നതെന്ന് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ സോറി ഗൈസ്.